തലസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന് പിന്നാലെ കുലപുരുഷ ഗുണ്ടകൾ മാത്രമല്ല കുലസ്ത്രീ ഗുണ്ടകൾ കൂടി തെരുവ് വാഴുന്ന കാലം കടന്നു വരികയാണ്. വട്ടിയൂർക്കാവിൽ ഒരു അതിർത്തി പ്രശ്നത്തെ വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആക്കി മാറ്റിയ സംഘികൾ അതിന്റെ തുടർച്ചയെന്നോണം അവർ പണ്ട് കാലഘട്ടത്തിലെ പയറ്റുന്ന ഒരു ശിഖണ്ഡി തന്ത്രമുണ്ട്. സ്ത്രീകളെ മുൻനിർത്തി അല്ലെങ്കിൽ സ്ത്രീകളെ മറയാക്കി പോരാടുക. അതിനുവേണ്ടി ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സ്ത്രീ ഗുണ്ടകളാണോ എന്ന് സംശയിക്കുന്ന കുറേയേറെ പേരെ ഇറക്കി വിട്ടു. ഈ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്നവരാണ്. ഇവൻ പിണറായി വിജയൻ ചെറ്റ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ പോലും അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നത് കുലകളുടെ സ്പെഷ്യൽ ക്ലാസ് ചാനലുകളിൽ ഉൾപ്പെടെ അരങ്ങേറാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ കാഴ്ച കാണണം. സ്റ്റേഷൻ ആക്രമിക്കാൻ കടന്നു വന്നു, അവർ ബാരിക്കേഡ് ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുകയാണ്. വനിതകളെ ഇറക്കി വിട്ടല്ലോ. ഇപ്പോ സമൂഹത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ അധികാര സ്ഥാനമാനങ്ങൾ അത് BJP-യിലൂടെ ഞങ്ങൾ തിരികെ പിടിക്കാൻ പോകുന്നു എന്ന സവർണ മോഹം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. ആ സന്ദർഭത്തിൽ കുലപുരുഷന്മാര് മാത്രമല്ല കുലസ്ത്രീകളും തെരുവിലിറങ്ങണം. ഇന്നലകളിൽ തൊഴിലാളി പാർട്ടിയുടെ സ്ത്രീകൾ തെരുവിൽ സമരത്തിനൊക്കെ ഇറങ്ങിയപ്പോൾ അധിക്ഷേപിച്ചിരുന്നവരാണ്. ഇനിയിപ്പോ രാജഭരണ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിന് അവസരമുണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് കാണണം. അവിടെയാണ് കുലസ്ത്രീകളുടെ സംസ്കാരം നാട് കാണേണ്ടത്. ചേട്ടാ 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 ഒന്ന് സൈഡിൽ കേട്ടാ. കണ്ടല്ലോ, കുലപുരുഷന്മാര് കേസ് വരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുങ്ങി. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളെ തുടർന്ന് പല സംഘിക്കുട്ടന്മാർക്കും ലോക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്തു വേണം? നമ്മൾ സ്ത്രീകളെ ആയുധമാക്കണം. അവർ കാണിക്കുന്നതെല്ലാം സ്ത്രീകളല്ലേ എന്ന കവചത്തിനകത്തിരുന്ന് ആ തോന്നിവാസത്തെയും തെമ്മാടിത്തത്തെയെല്ലാം കുറ്റം പറയാതിരിക്കണം. സ്ത്രീകളല്ലേ, അവർ കാട്ടുന്നതിനെ കാര്യമാക്കണ്ട. പക്ഷെ അങ്ങനെ കാര്യമാക്കാതിരിക്കാനാകില്ലല്ലോ. ഇത്തരം തോന്നിവാസങ്ങൾ സ്ത്രീകൾ കാണിച്ചാലും വരും കാലങ്ങളിൽ കേരളത്തിന്റെ തെരുവുകൾ സംഘപരിവാറിന്റെ ശാഖയിലെ സ്ത്രീ ഗുണ്ടകൾ കൂടി കീഴടക്കാൻ പോകുന്നു എന്ന സംശയമുണ്ടാവുകയാണ്. പോലീസുകാരന് നേരെ ആക്രോശിക്കുന്ന ഭാഷ നിങ്ങൾ കേട്ടില്ലേ? ഒരു ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി പുറത്തിറങ്ങാനും അവനെ അടിക്കുമെന്നും പട്ടി തെണ്ടിന്നൊക്കെ വിളിക്കാനുള്ള ആ കൂസലില്ലായ്മ കണ്ടില്ലേ? ഇത് ആരുടെ ശരീരഭാഷയാണ്? നമ്മുടെ നാട്ടിലെ ക്രിമിനൽസിന്റെ ശരീരഭാഷയാണ്. ആ ക്രിമിനൽ ശരീരഭാഷയിലൂടെ സ്ത്രീകൾ വരെ തെരുവിലിറങ്ങി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ സംഘികൾക്ക് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കേരളത്തിലെ വരും കാലത്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിട്ട് വേണം കാണാൻ.
ഇത്തരം ആൾക്കാരെയൊക്കെ അമർച്ച ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പോലീസിന് നേരെ നിയമം കയ്യിലെടുത്ത് ഇമാതിരി അതിക്രമത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്, അല്ലെങ്കിൽ വെല്ലുവിളിക്കും ആക്രോശത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് സ്ത്രീ ആണെങ്കിൽ കൂടിയും നിയമത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്താണ് കേരളത്തിന്റെ നിയമത്തിന്റെ ശക്തി എന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ പോലീസിനും ബാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചാൽ, അധിക്ഷേപിച്ചാൽ, മനോവീര്യം കെടുത്തി അവരെ പിൻവലിപ്പിക്കാമെന്ന് കരുതുകയാണെങ്കിൽ നിലവിൽ ഇവിടെ കാവലായിട്ടെങ്കിലും ഒരു സർക്കാരുണ്ട്. അതിന് തുടർച്ചയുണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല അറുതി വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പോലീസിന് സർക്കാരിന്റെ സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് മുഖം നോക്കാതെയുള്ള നടപടി ഈ ഗുണ്ടകൾക്കെതിരെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്.